എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഈ സമയത്തിൻ്റെ അഥവാ കാലത്തിൻ്റെ ദൈവമാണ് മഹാദേവൻ. അതുകൊണ്ടാണ് മഹാദേവനെ, ശിവനെ മഹാകാലേശ്വർ എന്ന ആ ഒരു പേരിൽ അറിയപ്പെടാൻ കാരണം. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ലോകപ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് മഹാകാലേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം. ഈ ശിവക്ഷേത്രം ഇത്ര പ്രശസ്തമാകാൻ കാരണം പുരാതന കാലത്ത് ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഉജ്ജയിനിയെയാണ് സീറോ മെറിഡിയൻ ആയി കണക്കാക്കിയിരുന്നത്. അതായത് ലോകത്തിൻ്റെ സമയം 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന ഈ ഒരു അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ആ കേന്ദ്രബിന്ദുവിനെ ഇവർ മഹാകാൽ എന്ന് അഭിസംബോധന ചെയ്തു പോന്നിരുന്നത്. അതിനാൽ പിൽക്കാലത്ത് ഈ ക്ഷേത്രം ഈ സമയത്തെ കീഴടക്കിയവൻ കുടികൊള്ളുന്ന കേന്ദ്രബിന്ദു എന്ന ആ ആശയത്തിൽ മഹാകാലേശ്വർ ക്ഷേത്രമായി പരിണമിച്ചു. ഈ പറഞ്ഞത് കേവലം ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് വലിയൊരു ആത്മീയ സത്യമാണ്. ഇതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്കും അതിനോടൊപ്പം ഭസ്മ ആരതി, ഭസ്മാഭിഷേകം എന്നിവയിലേക്കെല്ലാം നമുക്ക് പിന്നാലെ വരാം. അതിനു മുൻപ് നമ്മുടെ നാട്ടിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ഓരോ ദേവതാ സ്വരൂപങ്ങൾക്കും താന്ത്രിക വിധിപ്രകാരം ഓരോ തരത്തിലുള്ള മന്ത്രങ്ങളും പൂജകളുമാണ് അർപ്പിക്കാറുള്ളത്. ആ ചിട്ടകൾ അഥവാ റിച്വൽസ് അവിടെ പൂജകൾ ചെയ്യുന്ന പൂജാരിയും ഫോളോ ചെയ്യണം. ആ ക്ഷേത്രത്തിൽ ഈ ബിംബത്തെ ദർശിക്കാൻ പോകുന്ന നിങ്ങൾ ഭക്തരും ഉറപ്പായും ഫോളോ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഏതൊരു ഭക്തൻ്റെയും ക്ഷേത്ര ദർശനങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് അതിൻ്റെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുകയുള്ളൂ. വാസ്തവത്തിൽ ഈ ദൈവം അനുഗ്രഹം നൽകുന്നത് നമ്മൾ ഈ അമർ ചിത്രകഥകളിലെ കാർട്ടൂൺ കഥാപാത്രങ്ങളെല്ലാം കാണുന്നത് പോലെ ഒരു മാജിക്കുകാരൻ്റെ രൂപത്തിൽ വന്നിട്ടോ അല്ലെങ്കിൽ കുപ്പിയിൽ നിന്ന് വരുന്ന ഒരു ഭൂതത്തിൻ്റെ രൂപത്തിലോ ഒന്നുമല്ല. നമ്മൾ കൃത്യമായി ചെയ്തു പോരുന്ന നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ് ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതം പരിപൂർണമാകുന്നത്. ഇവിടെ പരിപൂർണമാകുന്നു എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ ആ വ്യക്തി മൃഗതുല്യമായ ജീവിതം നയിക്കാതെ മനുഷ്യനായി ജീവിച്ച് മരിക്കണം. ഇതിന് ഒരു ഭക്തനെ അല്ലെങ്കിൽ ഭക്തയെ പര്യാപ്തമാക്കുന്നതാണ് ഈ പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങൾ. പ്രത്യേകം ഓർക്കുക, അന്ധവിശ്വാസങ്ങളല്ല ഞാനീ പറഞ്ഞത്. യുക്തിഭദ്രമായ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ എടുത്തു പറഞ്ഞത്. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ യുക്തിഭദ്രമാണെന്ന് നിങ്ങൾക്കുറപ്പുള്ള ആ ആചാരാനുഷ്ഠാനങ്ങൾ അത് നിങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചാൽ ആ വ്യക്തിയുടെ ദുസ്വഭാവങ്ങളും ദുർജന്തകളും എല്ലാം അകന്ന് ആ വ്യക്തി തനിക്കും താൻ അധിവസിക്കുന്ന സമൂഹത്തിനും ഒരുപോലെ യോജിച്ച ഒരു കണ്ണിയായി മാറും. പറയാൻ കാരണം, ഈ സമൂഹം എന്നത് ഒരു വലിയ ചങ്ങല പോലെയാണ്. ആ ചങ്ങലയിലെ ഓരോ കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും. അതുമാത്രവുമല്ല, തൻ്റെ നിലനിൽപ്പ് തൻ്റെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ഉത്തമ മൂല്യമുള്ള ചിന്താഗതി ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് ശരിയായ ദിശയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ വ്യത്യാസങ്ങളെന്ന് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളിവിടെ സൂചിപ്പിച്ച ദൈവാനുഗ്രഹവും. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ കുറേ പണമുണ്ടെന്ന് കരുതി നിങ്ങളത് കൊണ്ടുപോയി ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിച്ചതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പറയാൻ കാരണം, പണവും സ്വർണവും കണ്ട് കണ്ണു മഞ്ഞളിക്കുന്ന ഹിരണ്യാക്ഷനല്ല ഈശ്വരൻ. ഈ അറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളുടെ ദൈവത്തോടുള്ള കാഴ്ചപ്പാടും ഉടനെ തന്നെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. ഇവിടെ നിശ്ചയമായും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത്, ശരീരം, പണം, പ്രശസ്തി ഇവ ഇപ്പോൾ ഓൾറെഡി നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും ശരി, ഒരു ദിവസം ഇവ കൈമോശം വരും അല്ലെങ്കിൽ ചാരമാകും. എന്നാൽ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു എനർജി, ഈ എനർജിയെ നിങ്ങൾക്ക് ജീവൻ, ആത്മാവ് എന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് പേരിൽ വേണമെങ്കിലും സംബോധന ചെയ്യാം. അതൊരു പ്രശ്നമല്ല, അത് ശാശ്വതമാണ്. ഈ പറഞ്ഞ പ്രസ്തുത എനർജിക്ക് പാമ്പ്, പഴുതാര, എലി, മനുഷ്യൻ എന്ന ഭേദഭാവം ഒന്നും തന്നെയില്ല. അത് ഏത് ശരീരത്തിലാണോ പ്രവേശിച്ച് ജീവിക്കുന്നത് ആ ശരീരത്തെ അത് ചലിപ്പിച്ചിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ എനർജിയെയാണ് മഹാജ്ഞാനികളായിട്ടുള്ള ഋഷിവര്യന്മാർ സർവേശ്വരൻ എന്ന പേരിൽ വിവക്ഷിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നു പോകാം. ജ്യോതിർലിംഗ ക്ഷേത്രത്തിലെ ഭസ്മാരതി. ഇത് നമ്മുടെ നാട്ടിൽ ഈ താന്ത്രിക ക്രിയയെ നമ്മൾ ഈ ഭസ്മാഭിഷേകം എന്ന പേരിലാണ് ചെയ്യുന്നത്.
എന്താണ് ഇതിൻ്റെ ആ ഒരു ലോജിക്ക് എന്ന് ചോദിച്ചാൽ, മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ സത്യം എന്നത് ഈ നശ്വരമായ ശരീരം കൊണ്ട് അനശ്വരമായതിനെ മനസ്സിലാക്കുക, അനുഭവിക്കുക. ഇതാണ് ജീവിതത്തിലെ പരമമായ സത്യം. ഈ പറഞ്ഞ ആ ഒരു അടിസ്ഥാനത്തിൽ മഹാകാലേശ്വർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പുലർച്ചെ 4 മണിക്ക് നടക്കുന്ന ഭസ്മാരതി. ഭസ്മം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ഈ ചടങ്ങ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് നാം ഇന്ന് അഹങ്കരിക്കുന്ന ഈ ശരീരവും സമ്പത്തും പ്രശസ്തിയും ഒടുവിൽ ചാരമായി മാറും. ഈ നശ്വരതയെ അംഗീകരിക്കുന്നവന് മാത്രമേ ഭഗവാന്റെ യഥാർത്ഥ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അതിന് മറ്റൊരു പ്രത്യേകത, ഭഗവാന്റെ ദക്ഷിണാമൂർത്തി സ്വരൂപം ഇത് മരണഭയത്തെ ഇല്ലാതാക്കുന്നു. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ കിഴക്കോട്ട് ദർശനമായി ഭഗവാൻ പ്രതിഷ്ഠയിലിരിക്കുമ്പോൾ മഹാകാലേശ്വർ ക്ഷേത്രത്തിൽ തെക്കോട്ട്, അതായത് യമൻ്റെ ദിശയിലേക്ക് നോക്കിയാണ് പ്രതിഷ്ഠയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം മരണത്തിൻ്റെ അധിപനായ യമനെ പോലും നിയന്ത്രിക്കുന്ന അതിനുള്ള ശക്തിയുള്ള മൃത്യുഞ്ജയനാണ് താനെന്ന് ഭഗവാൻ ഇവിടെ നമ്മൾക്ക് കാണിച്ചു തരുന്നു എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ദർശനം നടത്തുന്ന ഭക്തന് അല്ലെങ്കിൽ ഭക്തർക്ക് മരണഭയമില്ലാതെ ജീവിതത്തെ നേരിടാനുള്ള ആത്മബലം ലഭിക്കുന്നു എന്നത് പകൽ പോലെ സത്യമാണ്. വാസ്തവത്തിൽ ഈ ഭസ്മ ആരതി അല്ലെങ്കിൽ ഭസ്മ അഭിഷേകം അത് വിധിപ്രകാരം, അതായത് താന്ത്രിക വിധിപ്രകാരം ഏത് ക്ഷേത്രത്തിലാണ് നടക്കുന്നത് അവിടെ പൂജ ചെയ്യുന്ന പൂജാരിയും ക്ഷേത്രത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന ഭക്തരും ഒരുപോലെ ശോക മോഹ ദുഃഖ മുക്തരായിരിക്കും. ഇത് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ഒരു നാടൻ ഭാഷയിൽ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ, നിങ്ങളിൽ ഈ രാഗുന്ന അരം കണ്ടിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല. കാരണം ഇത് ഗ്രാമപ്രദേശത്തെ ഹാർഡ്വെയർ ഷോപ്പുകളിൽ ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒന്നാണ്. ഈ അരം വെച്ച് നമ്മൾ വേറൊരു വസ്തുവിനെ രാഗിയാൽ 2-3 മിനിറ്റുള്ള ആ രാഗൽ കൊണ്ട് ആ വസ്തുവിന് പ്രത്യേകിച്ച് രൂപമാറ്റമൊന്നും വരണമെന്നില്ല. എന്നാൽ തുടർച്ചയായി 10 മുതൽ 15 മിനിറ്റ് നേരം രാഗിയാൽ തീർച്ചയായും അതിൻ്റെ ഷേപ്പ് മറ്റൊന്നായി തീർന്നിരിക്കും. ഇതുപോലെ തന്നെയാണ് ഈ താന്ത്രിക വിധിപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളും. 1-2 മാസം നിങ്ങൾ ഫോളോ ചെയ്തതുകൊണ്ട് നിങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരണമെന്നില്ല. എന്നാൽ കൃത്യമായ ദിശാബോധത്തോടു കൂടി നിങ്ങൾ അതിൽ മനസ്സർപ്പിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം വേറെ ഒരു ലെവലായി മാറും. ഇനി അടുത്തത് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ട കൃത്യമായ സമയം. ശിവക്ഷേത്ര ദർശനത്തിന് ഏറ്റവും ഉത്തമമായ സമയം എന്നത് പ്രദോഷ സമയവും പുലർച്ചെയുള്ള ബ്രഹ്മമുഹൂർത്തവുമാണ്. ഈ സമയങ്ങളിൽ ഉറപ്പായും ഭസ്മാഭിഷേകം ക്ഷേത്രത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനം നടത്താൻ ഇതിനേക്കാൾ ഉത്തമമായ മറ്റൊരു സമയം ഉണ്ടാകില്ല. മാത്രവുമല്ല, മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ചും പ്രകൃതിയിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഈ സമയങ്ങളിൽ നിങ്ങൾ ഭഗവാനെ ധ്യാനിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് ഉറപ്പായിട്ടും വഴിതെളിച്ചിരിക്കും. എന്നാൽ ഒരു കാര്യം മറക്കണ്ട, ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെറും ഒരു മാന്ത്രികൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നൊരു ശക്തിയല്ല ഈശ്വരൻ. നമ്മുടെ കർമ്മശുദ്ധിയും അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ ആചാരാനുഷ്ഠാനങ്ങളിലെ ആ കൃത്യതയുമാണ് ആ ഊർജത്തെ, അതായത് ആ എനർജിയെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ ഒന്ന് ചുരുക്കി പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.